ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്കിപ്പ് എ ബീറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുകയും വേണം. വീഡിയോക്ക് ലൈക്കും കൂടി കൊടുക്കണം. അപ്പോ ഇനി അധികം പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡില് ഹീറോയിൻ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിന് വല്ലാത്തൊരു വയറുവേദന വരും. വയറുവേദന സഹിക്കാൻ വയ്യാണ്ട് പുള്ളിക്കാരി അങ്ങനെ തന്നെ നമ്മുടെ ഹീറോയിന് കോള് ചെയ്യും. പലവട്ടം കോള് ചെയ്യുമെങ്കിലും നമ്മുടെ ഹീറോയാണെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്യില്ല. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈമിനാണ് യാൻ അങ്ങോട്ടേക്ക് വരുന്നത്. യാൻ അങ്ങനെ തന്നെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാനായിട്ട് പറയും. എനിക്കൊട്ടും വയ്യ, വല്ലാത്തൊരു വയറുവേദന, എനിക്കൊന്ന് കിടക്കണോന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു ഹോട്ടൽ റൂമിലേക്ക് നമ്മുടെ ഹീറോയിനെ കൂട്ടി പോകും. ഹീറോയിന് വയറുവേദന ആയതുകൊണ്ട് തന്നെ മെഡിസിൻ ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഹീറോയിൻ താങ്ക്സ് ഒക്കെ പറയും. നീ താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ ഇടയിൽ അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, നീ എന്തായാലും റെസ്റ്റ് എടുക്കെന്ന് പറയും. ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് ഹീറോയിനും കുറച്ചു നേരം കിടന്നുറങ്ങും. ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോ ഞാൻ അവിടെ സോഫയിൽ തന്നെ ഇരിക്കുകയായിരിക്കും. ഹീറോയിൻ എഴുന്നേറ്റ് പോയിട്ട് യാനെ വിളിച്ച് എഴുന്നേപ്പിച്ച് താങ്ക്സ് ഒക്കെ പറയും. ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഇടയിൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ടെന്ന്, നിനക്ക് എന്ത് ഹെൽപ്പ് വേണേലും എന്നെ വിളിക്കാന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരന്റെ വിസിറ്റിംഗ് കാർഡൊക്കെ നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ കൊടുക്കും. ഹീറോയിനും അത് സന്തോഷപൂർവ്വം വാങ്ങും. അങ്ങനെ തന്നെ ഹീറോയിൻ നേരെ ഓഫീസിലേക്കും വരും. അവിടെ വരുമ്പോഴോ ഞാൻ നമ്മുടെ ഹീറോയിനെ ഒരു ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവൂല, അതിന്റെ ഓരോ ഫോട്ടോസും ഡിസ്പ്ലേയിൽ ഓടിക്കൊണ്ടിരിക്കും. ഇതാണെങ്കിൽ എല്ലാവരും നോക്കുന്നുണ്ട്. ഹീറോയിൻ കണ്ടിട്ട് ഇതാരായിരിക്കും ഈ ഡിസ്പ്ലേയിൽ ഇട്ടെന്നും പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കും. ആ ടൈമിനാണ് ഹീറോയും യുന്നും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അവര് രണ്ടുപേരും ഈ ഡിസ്പ്ലേയിൽ പോകുന്ന ആ ഫോട്ടോസും കാണും. ഹീറോയിനാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യമൊക്കെ വരും. ഈ സമയം ഒന്ന് മുതലെടുക്കാൻ വേണ്ടിട്ട് യുന്ന് നേരെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് നീ എന്താണ് ഈ കാണിച്ചു വെച്ചിട്ടുള്ളത്? ഒരു പെണ്ണ് ഒരു പയ്യന്റെ കൂടെ ഒറ്റക്ക് ഒരു ഹോട്ടൽ റൂമിലേക്ക് പോയേക്കുന്ന, അതത്രക്ക് ശരിയായ നടപടി അല്ലാട്ടാന്ന് പറയും. ഹീറോയിനാണെങ്കിൽ പേടിയായിട്ട് ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് അതങ്ങനെയല്ല, യുന്ന് പറയുന്നത് പോലെ ഒന്നും അല്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. ഹീറോയാണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് അങ്ങനെ തന്നെ ഹീറോയിനെ വലിച്ച് നേരെ വീട്ടിലേക്ക് പോകും. ഹീറോയിൻ പേടിച്ചാണ് അകത്തേക്ക് ചെല്ലുന്നത്. ഹീറോയിൻ പേടിച്ച പോലെ തന്നെ ഹീറോ ഭയങ്കര ദേഷ്യത്തില് ഹീറോയിനെ കുലുക്കി നീ എന്തൊക്കെ ഈ കാണിച്ചു വെച്ചിട്ടുള്ളത്? നീ ഒരാണിന്റെ കൂടെ ഒരു ഹോട്ടൽ റൂമിലേക്ക് പോയേക്കുന്ന, അതിന്റെ ആവശ്യം എന്താന്ന് ചോദിക്കും. ഹീറോയിനാണെങ്കിൽ കുറെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതങ്ങനെയല്ല, എനിക്ക് ഇന്നലെ പീരിയഡ്സ് ആയി, അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വയറുവേദന വന്ന് ഞാൻ നിന്നെ ഒരുപാട് തവണ വിളിച്ച് നീ കോൾ അറ്റൻഡ് ചെയ്തില്ല, അപ്പോഴാണ് ഞാൻ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തെന്ന് പറയും. ഹീറോന് വീണ്ടും ദേഷ്യം കയറും. അപ്പൊ എനിക്ക് കോള് ചെയ്ത് ഞാൻ എടുത്തില്ലെങ്കിൽ നീ വേറെ ആണിന്റെ കൂടെ പോകുമോ, അതാണോ നീ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് വല്ലാത്ത ദേഷ്യത്തിൽ നിൽക്കും. ഹീറോയിനാണെങ്കിൽ ആ ഹീറോയിന്റെ ടെറർ ഫേസ് ഒക്കെ കണ്ടിട്ട് വല്ലാത്തൊരു ഭയമൊക്കെ വരും. ആ ഒരു ഭയത്തോടു കൂടി തന്നെ നീ എന്റെ അടുത്ത് ക്ഷമിക്ക്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സത്യമാണ് ഞാൻ പറയുന്നത്, നീ എന്നെ വിശ്വസിക്ക്, എനിക്കറിയാവുന്ന ഒരേ ഒരു പയ്യൻ നീയാണ്, നീ മാത്രമാണ് എന്റെ ദേഹത്ത് ടച്ച് ചെയ്തിട്ടുള്ളത്, വേറെ ആരും എന്നെ ടച്ച് പോലും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് വല്ലാണ്ട് ഇങ്ങനെ കരയും. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴാണ് ഹീറോയിന് ഒരു സമാധാനമൊക്കെ വരുന്നത്. അങ്ങനെ തന്നെ ഹീറോയിൻ അവിടെ നിർത്തിയിട്ട് പുള്ളിക്കാരനെ ഇറങ്ങി പോകും. ഹീറോ പോയ പുറകെ തന്നെ ഹീറോയിനാണെങ്കിൽ വല്ലാണ്ട് ഇരുന്നിങ്ങനെ കരയും. അതേ ടൈം യുന്നിനെ കാണിക്കാണ്. യുന്ന് ഫ്രണ്ടിനെ ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ചു കൊടുത്ത് നീ എന്തായാലും കറക്റ്റ് ടൈമിനാണ് ഫോട്ടോസ് ഒക്കെ റിലീസ് ആക്കിയത്, അതുകൊണ്ട് തന്നെ ഇപ്പോ ഹീറോയിന്റെ ഇടയില് നല്ല പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കും. അതേ ടൈമിന് ഹീറോയിനെ കാണാനായിട്ട് ചെല്ലും. ഹീറോയിൻ അപ്പൊ തന്നെ ഉറങ്ങുന്ന പോലെ അഭിനയിക്കും. ഹീറോയിൻ ഇത് മനസ്സിലാകും. അങ്ങനെ തന്നെ ഹീറോയിന്റെ അടുത്ത് വന്നിരിക്കും. നീ എന്തായാലും വിഷമിക്കണ്ട, ആരാണ് ഈ ഫോട്ടോയൊക്കെ പബ്ലിക് ആക്കിയതെന്ന് അന്വേഷിക്കാനായിട്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ യുന്നും നിന്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞോളൂ. പിന്നെ നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ, നീ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്ക്, ആ ഒരു ദിവസം ഫുള്ളും ഞാൻ നിന്റെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, നിനക്ക് ഹാപ്പി ആയില്ലെന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ഹീറോയിനും ലൈറ്റ് ആയിട്ട് ഹാപ്പിയൊക്കെ ആകും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹീറോയിന് ഓരോ ഡ്രസ്സും സെലക്ട് ചെയ്തിടും. അതുമല്ലാണ്ട് വീട് ഫുള്ളായിട്ട് പൂക്കൾ കൊണ്ടും കാൻഡിൽസ് ഒക്കെ കൊണ്ടും ഡെക്കറേറ്റ് ചെയ്യും. ഇവർക്ക് കട്ട് ചെയ്യാനുള്ള കേക്ക് വരെ ഹീറോയിൻ എല്ലാം റെഡിയാക്കിയൊക്കെ വെക്കും. അതേ ടൈമിന് ഹീറോയിനെ കാണിക്കാണ്. ഹീറോയിൻ ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഹീറോയിന്റെ അടുത്തേക്ക് വരുമായിരിക്കും. ആ ടൈമിനാണ് ഹീറോയിന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. എടാ നീ പെട്ടെന്ന് വാ, നമുക്ക് യുന്നിന്റെ വീട്ടിലേക്ക് പോകണം, അവിടെ നിന്നാണ് ഇന്ന് നമ്മള് ഡിന്നർ കഴിക്കാൻ പോകുന്നതെന്ന് പറയും. ഇല്ല എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ഇന്നൊരു ഇമ്പോർട്ടന്റ് വർക്ക് ഉണ്ടെന്ന് പറയും. എന്ത്
എന്ത് വർക്ക് ഉണ്ടെന്ന്, നിന്റെ മാരേജിനേലും വലിയ വർക്കൊന്നും ഉണ്ടാവില്ല, നീ ഇങ്ങോട്ട് കേറെന്നും പറഞ്ഞിട്ട് ഹീറോന്റെ അമ്മ നിർബന്ധിച്ച് ഹീറോനെ കൂട്ടിക്കൊണ്ട് പോകും. ഹീറോയിനാണെങ്കിൽ ആ ഹീറോനെ വെയിറ്റ് ചെയ്തിരുന്നിരുന്ന് അവസാനം ഹീറോ വരുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും ഹീറോയിൻ തന്നെ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് അതൊക്കെ ഊതി ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്നൊക്കെ പറഞ്ഞ് വല്ലാണ്ട് ഫീൽ ചെയ്തിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹീറോയിനെ കാണുമ്പോ തന്നെ വാങ്ങിച്ചു വെച്ച ഗിഫ്റ്റ് ഒക്കെ എടുത്ത് കൊടുത്തിട്ട്, സോറി എനിക്ക് ഇന്നലെ വരാൻ പറ്റില്ല, പെട്ടെന്ന് എനിക്ക് ഇന്നലെ ഒരു ഇമ്പോർട്ടന്റ് വർക്ക് വന്ന്, അതുകൊണ്ടാണ് സോറി എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ എടുത്ത് കൊടുക്കും. ഹീറോയിൻ ആണെങ്കിൽ ആ ഗിഫ്റ്റ് ഒന്നും വാങ്ങാണ്ട് ഒരു ലെറ്റർ ഹീറോന്റെ നേരെ നീട്ടും. എന്താണ് ഇതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇതേ എന്റെ റിസൈനിങ് ലെറ്റർ ആണ്, എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറയും. എന്താ നീ കാണിക്കുന്നത്, ഞാൻ ഇന്നലെ നിന്റെ ബർത്ത്ഡേക്ക് വന്നില്ല എന്ന് പറഞ്ഞ് നീ റിസൈൻ ചെയ്ത് പോവാണ്, ഞാനെന്നാ ഒരു പണി ചെയ്യാ, ഇന്നും മുഴുവനായിട്ട് ലീവ് എടുത്ത് നിന്റെ കൂടെ നിൽക്കാം, നീ പറയുന്ന പോലെ തന്നെ എല്ലാം ഞാൻ കേട്ടോളാം, നിന്റെ ഇഷ്ടത്തിന് നമുക്ക് ഇന്ന് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയും. ഹീറോയിൻ ആണെങ്കിൽ അതൊന്നും കേൾക്കാണ്ട്, വേണ്ട ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ എന്തായാലും റിസൈൻ ചെയ്ത് പോവാന്ന് തീരുമാനിച്ചിരിക്കുകയാണ്, ഇനി നമുക്ക് രണ്ടുപേർക്കും തനി തനി വഴിയാണെന്ന് പറയും. ഹീറോയാണെങ്കിൽ അങ്ങനെ തന്നെ ഹീറോയിനെ നോക്കിക്കൊണ്ട് നിൽക്കും. അപ്പൊ തന്നെ ഹീറോയിൻ, ഈ 3 വർഷം എന്നെ നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കി, എല്ലാത്തിനും നന്ദിയുണ്ട്, ഇനി നമ്മളുടെ ഇടയിൽ ഒരു ബന്ധവും അവശേഷിക്കുന്നില്ല എന്ന് പറയും. എന്താ നീ പറയുന്നത്, ഞാനൊരു ബർത്ത്ഡേക്ക് വന്നില്ല എന്ന് വെച്ച് നീ ഇങ്ങനെ റിസൈൻ ചെയ്ത് പോകുന്നത് എന്തിനാണെന്ന് വീണ്ടും ഹീറോ ചോദിക്കും. എനിക്ക് റിസൈൻ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്ത്, ഇനി നമ്മൾ പരസ്പരം കാണാണ്ടിരിക്കാം, അതായിരിക്കും നല്ലത്, നമ്മുടെ ഇടയിലുള്ള എല്ലാ ബന്ധവും ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്, ഞാൻ ബ്രേക്കപ്പ് ചെയ്യുവാണെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങി പോകും. ഹീറോയിൻ പോയ പുറകെ തന്നെ ഹീറോയിന് വല്ലാത്ത ദേഷ്യമൊക്കെ വന്നിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയാനായിട്ട് തുടങ്ങും. ഹീറോയിൻ ഇങ്ങനെ റിസൈൻ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഹീറോയിൻ ഒരു ട്രീറ്റ് ഒക്കെ കൊടുക്കും. എല്ലാവരും ഹീറോയിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ റിസൈൻ ചെയ്ത് പോകുന്നതെന്നൊക്കെ. ഹീറോയിൻ ആണെങ്കിൽ അതിനൊരു പിടിയൊന്നും കൊടുക്കാണ്ട്, 3 വർഷം ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടില്ലേ, ഇനി എനിക്കൊരു റെസ്റ്റ് വേണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്, അല്ലാണ്ട് വേറൊരു പ്രോബ്ലം ഇല്ലാന്ന് പറയും. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. ആ ടൈമിന് ഹീറോ വീട്ടിലേക്ക് ചെല്ലും. ഹീറോയിന്റെ ഒരു സാധനം പോലും വീട്ടിൽ ഉണ്ടാവില്ല, എല്ലാം പാക്ക് ചെയ്ത് ഹീറോയിൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഹീറോയിന് ഇതും കൂടി ആവുമ്പോഴത്തേക്കും വല്ലാത്ത ഫ്രസ്ട്രേഷൻ ഒക്കെ വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു കല്ല് പോലത്തെ സാധനം എടുത്ത് മിററിലേക്ക് എറിഞ്ഞ് പൊട്ടിക്കും. എന്നിട്ട് ആ മിററിൽ നോക്കിയിട്ട്, നീ എന്നെ വിട്ടു പോയില്ലേ, നീ പോയിക്കോ, നീ എവിടം വരെ പോകുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് നിൽക്കും. ഇവിടുന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ഹീറോയിൻ ഫ്രണ്ടിന്റെ വീട്ടിലേക്കായിരിക്കും ചെന്നിട്ടുണ്ടാവുക. ഫ്രണ്ടിന്റെ അടുത്ത് ഇങ്ങനെ ഹീറോയുമായിട്ടുള്ള ബ്രേക്കപ്പിന്റെ കാര്യമൊക്കെ പറയും. ഫ്രണ്ടും അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കും. നീ എന്തായാലും വിഷമിക്കണ്ട, നിനക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയുന്നവരേക്കും നിനക്ക് ഇവിടെ താമസിക്കാന്നൊക്കെ പറയും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേയും ആകും. ഹീറോയിൻ പോയ ആ ഒരു ഫ്രസ്ട്രേഷൻ മുഴുവനും പുള്ളിക്കാരൻ അവിടെയുള്ള എല്ലാവരുടെ അടുത്തും കാണിക്കാനായിട്ട് തുടങ്ങും. ഇപ്പൊ ഹീറോന്റെ ഷെഡ്യൂള് ആരോ മാറ്റി വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്, ആരാണ് എന്റെ ഷെഡ്യൂള് മാറ്റിയതെന്നും ചോദിച്ചിട്ട് എല്ലാ എംപ്ലോയീസിനെയും നിർത്തി ചീത്ത പറഞ്ഞോണ്ടിരിക്കും. യുന്നാണ് മാറ്റിയതെന്ന് എല്ലാ എംപ്ലോയീസും കൂടി ഒരുമിച്ച് തന്നെ പറയും. ഹീറോനാണെങ്കിൽ വല്ലാത്ത ദേഷ്യമൊക്കെ വരും. നീ എന്തിനാ എന്റെ ഷെഡ്യൂള് മാറ്റിയതെന്ന് ഇങ്ങനെ ചോദിക്കും. അതേ, നിനക്ക് ഇച്ചിരി ഈസി ആയിട്ടിരിക്കണം, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യണോന്നുള്ള ചിന്ത കൊണ്ടാണ് ഞാൻ അങ്ങനെ ഷെഡ്യൂളൊക്കെ മാറ്റിയതെന്ന് പറയും. അപ്പൊ തന്നെ ഹീറോന് വല്ലാത്ത ദേഷ്യമൊക്കെ വന്നിട്ട്, ഇനി മേലാൽ എന്റെ ഷെഡ്യൂളിൽ നീ കൈവച്ച് പോകരുത്, അല്ലെങ്കിൽ വേണ്ട, നീ എത്രയും പെട്ടെന്ന് ഈ കമ്പനിയിൽ നിന്ന് പോയിക്കൊള്ളണം, എത്രയും പെട്ടെന്ന് റിസൈൻ ചെയ്ത് പോകണം, അല്ല നിങ്ങളെല്ലാവരും എന്തിനാണ് ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, നിങ്ങൾക്കൊരു വർക്കും ഇല്ലേ, വർക്ക് എന്തെങ്കിലും പോയി ചെയ്യാൻ പറയും. അപ്പൊ തന്നെ എല്ലാവരും അവിടെ നിന്ന് പോകും. എല്ലാരും പോയി കഴിയുമ്പോ തന്നെ ഹീറോന്റെ അടുത്ത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഹീറോയിൻ തിരിച്ചു വരണം, നിന്റെ കീഴിൽ വർക്ക് ചെയ്യണം, അതിന് വേണ്ടിട്ടല്ലേ നീ ഈ കാണിച്ചു കൂട്ടുന്നത്, എന്താണ് ഞാൻ ഹീറോയിനേലും ബെറ്റർ അല്ലേ, നീ ഒന്ന് നോക്കുന്ന ഇങ്ങനെ പറയും. ഹീറോയിന് വീണ്ടും ഭ്രാന്ത് കയറിയിട്ട്, നീയെ നിന്നെ ഹീറോയിനുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ആദ്യം നിർത്ത്, ആദ്യം തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയിക്കോളൂന്ന് ഭയങ്കര ഒച്ചത്തിൽ പറയും. അപ്പൊ തന്നെ യുന്നും അവിടെ നിന്ന് ഇറങ്ങി പോകും. നൈറ്റൊക്കെ ഹീറോന് ഉറങ്ങാനേ പറ്റുന്നില്ല, എപ്പോഴും ആ ആക്സിഡന്റ് ആവുന്ന സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. ഉറക്കം വരാണ്ട് ഹീറോ അങ്ങനെ തന്നെ എഴുന്നേറ്റ് പോകും. അതേ ടൈമിന് ഹീറോയിനെ കാണിക്കാണ്. ഹീറോയിനും നൈറ്റ് ഉറക്കമേ വരുന്നില്ല, ഹീറോനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കിടക്കും. ആ ടൈമിനാണ് ഹീറോന്റെ കയ്യിൽ നിന്ന് കോള് വരുന്നത്. കോള് എടുത്ത ഉടനെ തന്നെ ഹീറോയാണെങ്കിൽ, എത്രയും പെട്ടെന്ന് വാതിൽ തുറന്ന് നീ പുറത്തേക്ക് വരണം, പുറത്ത് ഞാൻ നിൽക്കുന്നുണ്ട്, നീ ഒരു 10 സെക്കൻഡിനുള്ളിൽ പുറത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ വന്നിട്ട് നിന്റെ വാതിൽ കൊട്ടാനായിട്ട് തുടങ്ങും, അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആകും, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് പുറത്തു വരാനായിട്ട് പറയും. അപ്പൊ തന്നെ ഹീറോയിൻ ഇറങ്ങി പുറത്തേക്ക് വരും. ഹീറോ കാറിലിരിക്കായിരിക്കും. അങ്ങനെ തന്നെ പുറത്തു നിന്ന് എന്താ കാര്യം എന്ന് ചോദിക്കും. നീ അകത്തേക്ക് കയറ്, അന്നേരം നമുക്ക് സംസാരിക്കാന്ന് പറയും. ഹീറോയിൻ ആണെങ്കിൽ അകത്തേക്ക് കയറാണ്ട് നിൽക്കും. അപ്പൊ തന്നെ ഹീറോ ഒരു സൈക്കോനെ പോലെ ഒച്ചെടുക്കും. പിന്നെ വേറെ നിവർത്തിയില്ലാണ്ട് ഹീറോയിൻ കയറി അകത്തിരിക്കും. നീ എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് ഉള്ളതെന്ന്, അത് നീ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ഇങ്ങനെ ചോദിക്കും. ദേ നോക്ക്, നീ എവിടെ പോയാലും എനിക്ക് അറിയാൻ സാധിക്കും, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോവില്ല, നിനക്കും എന്നെ വിട്ടു പോകാനായിട്ട് സാധിക്കില്ല, അത് നീ ആദ്യം മനസ്സിലാക്കണോന്ന് പറയും. ഏയ് നിനക്ക് എന്താണ് മെന്റലാണ്, എനിക്ക് പോണോന്നും
പറഞ്ഞിട്ട് ഹീറോയിൻ അങ്ങനെ തന്നെ എഴുന്നേക്കാനായിട്ട് പോകും. അപ്പൊ തന്നെ ഹീറോ സ്റ്റോപ്പ് ചെയ്തിട്ട്, നീ എന്തിനാണ് എന്നെ വിട്ടു പോവാനായിട്ട് ശ്രമിക്കുന്നത്? നമുക്ക് ഒരുമിച്ചിരുന്നാ പോരെന്ന് ഇങ്ങനെ ചോദിക്കും. നിനക്ക് എങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നു? നിനക്കിപ്പോ മാരേജ് ആവാൻ പോവാണ്, നിനക്കിപ്പോ ഒരു വൈഫ് വരും, നീ അവളെയാണ് സ്നേഹിക്കേണ്ടത്, അവളെയാണ് കെയർ ചെയ്യേണ്ടത്, എന്നെ വിട്, നീ എന്തിനാ എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ദേ നോക്ക്, എനിക്ക് ആ മാരേജിൽ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ആ മാരേജ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല എന്നും പറഞ്ഞിട്ട് ഹീറോയിനെ പിടിച്ചു വെച്ച് കിസ് ചെയ്യാനായിട്ട് പോകും. ഹീറോയിൻ അപ്പൊ തന്നെ ഹീറോയിന്റെ ഫേസിലേക്ക് ഒരു അടി കൊടുത്തിട്ട്, ദേ മതി, നീ ലിമിറ്റിലിരിക്കെ, നമുക്കിപ്പോ ബ്രേക്കപ്പ് ആയി, അതെപ്പോഴും നിന്റെ ഓർമ്മയിൽ ഇരിക്കണോന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അങ്ങനെ തന്നെ ഇറങ്ങി പോകും. നീ ഇപ്പൊ പോയിക്കോ, നീ എവിടെ വേണേലും പോയിക്കോ, പക്ഷേ കറങ്ങി തിരിഞ്ഞ് നീ എന്റെ അടുത്ത് തന്നെ വരും, നിന്നെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരാനും എനിക്ക് അറിയാമെന്നും പറഞ്ഞിട്ട് ഹീറോ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഹീറോയിനെ എല്ലാം പാക്ക് ചെയ്ത് ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിൽക്കും. ഫ്രണ്ട് ഇതെല്ലാം കണ്ടിട്ട്, എന്താടി നീ ഇങ്ങനെ പോകുന്നത്, നിനക്ക് ഇവിടെ തന്നെ നിന്നാ പോരെന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ലടി, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ നിന്നാ നിനക്കല്ലേ ബുദ്ധിമുട്ട്, നിന്റെ വർക്കിലൊക്കെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ലേ, എന്തായാലും എനിക്ക് പോകണം, പിന്നെ എനിക്കൊരു വീടും കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നതല്ലേ നല്ലതെന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഓക്കെ, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ പോയിക്കോ, ഇന്നാ ഈ ഒരു സ്പെയർ കീ നീ പിടിച്ചോ, ഈ വീടിന്റെ കീ ആണ്, നിനക്ക് എപ്പ ഇങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നിയാലോ മടിക്കാണ്ട് ഇങ്ങോട്ട് വരണോന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. ഹീറോയിൻ അങ്ങനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ഹോട്ടലിലേക്കായിരിക്കും വരുന്നത്. അവിടെ ഒരു റൂമൊക്കെ നേരത്തെ തന്നെ ഹീറോയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ റൂമിലേക്ക് കയറും. ആ ഒരു വെയിറ്റർ പോയ ഉടനെ തന്നെ പെട്ടെന്ന് ആ ഡോർ അങ്ങോട്ട് ലോക്കാകും. എന്താണിത്, ഇതെന്താണ് ലോക്കായി എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ മുൻപിൽ തന്നെ നമ്മുടെ ഹീറോ നിൽക്കുന്നുണ്ടാകും. ഹീറോയിന് നേരത്തെ തന്നെ അറിയാം ഹീറോയിൻ ഇങ്ങോട്ടേക്കാണ് വരുന്നതെന്ന്, അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അകത്ത് കയറിയതാണ്. ഹീറോനെ കണ്ട ഉടനെ തന്നെ ഹീറോയിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കും. പക്ഷെ അപ്പോഴത്തേക്കും ഹീറോ വന്ന് സ്റ്റോപ്പ് ചെയ്യും. നീ എന്തിനാ എന്നെ വിട്ടു പോകുന്നത്, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഒരുമിച്ച് തന്നെ ജീവിക്കാന്ന് പറയും. നീ എന്തൊക്കെ ഈ പറയുന്നത്, നീ മാരേജ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇനിയെങ്കിലും എന്നെ ഒന്ന് വിട് പ്ലീസ്, എനിക്ക് പോണോന്നും പറഞ്ഞിട്ട് ഹീറോയിൻ ഇങ്ങനെ ഒച്ചെടുക്കും. പക്ഷെ ഹീറോയാണെങ്കിൽ ആ ഹീറോയിനെ വിടാണ്ട് ബലം പ്രയോഗിച്ച് കിസ് ചെയ്യാനായിട്ട് പോകും. എങ്ങനെയൊക്കെയോ ഹീറോയിനെ തള്ളി മാറ്റിയിട്ട് ഓടി പുറത്തേക്ക് ഇറങ്ങും. ഹീറോ പുറത്തേക്ക് വന്ന് നോക്കുമ്പോ ഹീറോയിനെ കാണുന്നേ ഇല്ല. എല്ലാ ഡോറിലും ചെന്ന് കൊട്ടി കൊട്ടിയൊക്കെ നോക്കും, പക്ഷേ ഹീറോയിന്റെ ഒരു പൊടി പോലും കിട്ടില്ല. ഹീറോയിൻ വേറൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണോന്ന് അറിയാൻ പാടില്ലാണ്ട് ഹീറോയിൻ ഫോൺ എടുത്ത് നോക്കും. അതില് യാനിന്റെ നമ്പർ കാണും. അങ്ങനെ തന്നെ യാനിന് കോൾ ചെയ്യും. എപ്പോ വേണേലും ഹെൽപ്പിന് വിളിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇപ്പൊ കോൾ ചെയ്യുന്നത്. ഉടനെ തന്നെ യാനും വന്നിട്ട് നമ്മുടെ ഹീറോയിനെ പിക്കപ്പ് ചെയ്യും. താങ്ക്സ് ഉണ്ട് ഞാൻ വിളിച്ച ഉടനെ തന്നെ വന്നതിന് വലിയ ഉപകാരം എന്ന് പറയും. നീ എന്തിനാ താങ്ക്സ് ഒക്കെ പറയുന്നത്, നീ എന്നെ വിളിച്ചല്ലോ, നീ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്ക് വലിയ സന്തോഷമായിട്ടുള്ള കാര്യമാണെന്നും പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഹീറോയിനെയും കൂട്ടി ഒരു വീട്ടിലേക്ക് പോകും. നീ എന്തായാലും ഇവിടെ താമസിച്ചോന്ന് പറയും. ഞാൻ ഇവിടെ ഫ്രീ ആയിട്ടൊന്നും താമസിക്കില്ല, ഇതിന്റെ റെന്റ് എന്തായാലും ഞാൻ തന്നേക്കാം, റെന്റ് വാങ്ങുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കില്ല, ഞാൻ ഇപ്പൊ തന്നെ പോകുമെന്ന് പറയും. ഓക്കെ ഓക്കെ, ഞാൻ റെന്റ് വാങ്ങിച്ചേക്കാമേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ യാനും നിൽക്കും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേ ഹീറോ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. എന്താടാ നീ ഹീറോയിനെ പറ്റി അന്വേഷിച്ചാ, അവളെ എവിടെയെങ്കിലും കണ്ടാന്ന് ചോദിക്കും. അപ്പൊ തന്നെ ഫ്രണ്ടും, ഇല്ലടാ, അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോലും പോയിട്ടില്ല, അവള് പോകാൻ ചാൻസ് ഉള്ള എല്ലാ സ്ഥലത്തും ഞാൻ ചെന്ന് അന്വേഷിച്ച്, പക്ഷെ അവളെ മാത്രം ഞാൻ കണ്ടു കിട്ടിയില്ല എന്ന് പറയും. ഹീറോനാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ ആകും. എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത്, എന്നാലും അവള് എങ്ങോട്ടായിരിക്കും പോയിരിക്കാന്നും പറഞ്ഞിട്ട് ഹീറോ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അപ്പൊ തന്നെ ഫ്രണ്ട്, എന്തിനാടാ നീ ഇപ്പൊ ഹീറോയിന്റെ പുറകെ പോകുന്നത്, നിനക്കിപ്പോ ഒരു ഫിയാൻസി ഇല്ലേ, നിനക്ക് അവളെ മാരേജ് ചെയ്താ പോരെന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോനാണെങ്കിൽ ആ ടെൻഷനായിട്ട്, ഇതേ എന്റെ മാറ്ററാണ്, എനിക്കൊരിക്കലും ഹീറോയിനെ വിടാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് നിൽക്കും. അതേ ടൈമിന് ഹീറോയിനാണെങ്കിൽ യാന് വേണ്ടിയിട്ട് കുക്കൊക്കെ ചെയ്തോണ്ടിരിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ട് യാനും ഹീറോയിനെ നോക്കി ചിരിക്കും. ഹീറോനെ കണ്ണ് കാണാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, നിന്നെ പോലുള്ള ഒരു സുന്ദരീനെ വിട്ടിട്ട് അവൻ വേറൊരു പെണ്ണിന്റെ പുറകെ പോയില്ലേന്ന് ഇങ്ങനെ പറയും. നീ ഇങ്ങനെ പറയല്ലേ, രാവിലെ തന്നെ എന്റെ മൂഡ് സ്പോയിൽ ചെയ്യല്ലേ, അവന്റെ പേര് പറയല്ലേ എന്ന് പറയും. ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും ഇനി ഹീറോന്റെ പേരൊന്നും പറയാൻ പോകുന്നില്ല, വാ നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഹാപ്പി ആയിട്ട് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. ആ ടൈമിന് ഹീറോന്റെ അടുത്താണെങ്കിൽ യാനിന്റെയും ഹീറോയിന്റെയും കൂടിയുള്ള ഫോട്ടോസ് ഒക്കെ വരും. ഇത് കാണുമ്പോ തന്നെ ഹീറോന് വല്ലാത്ത ടെൻഷൻ ആകും. അപ്പൊ യാനിന്റെ കൂടെയാണല്ലേ ഹീറോയിൻ ഉള്ളതെന്നും പറഞ്ഞിട്ട് നേരെ യാനെ കാണാനായിട്ട് പോകും. യാനാണെങ്കിൽ ആ കാർ എടുത്ത് പോവാൻ നിൽക്കായിരിക്കും. പുള്ളിക്കാരന്റെ അടുത്തേക്ക് ചെന്നിട്ട്, സത്യം പറയടാ, ഹീറോയിൻ എവിടെയാ ഉള്ളത്, നീ ഹീറോയിനെ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് ചോദിക്കും.
അല്ല നീ ആരാണ്, ഹീറോയിൻ എവിടെയാ ഉള്ളതെന്ന് നീ എന്തിനാ അറിയുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ദേ നീ മര്യാദക്ക് ഇരിക്ക്, ഇതേ എനിക്കും ഹീറോയിന്റെ ഇടയിലുള്ള പ്രശ്നമാണ്, അതിലേക്ക് നീ ഇടപെടണ്ടെന്ന് പറയും. എന്ത് പ്രശ്നം? ഇപ്പൊ നിങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല, നിങ്ങൾ ബ്രേക്കപ്പ് ആയതല്ലേ, വീണ്ടും എന്തിനാ നീ ഹീറോയിന്റെ പുറകെ നടന്ന് അവളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ച് ഞാനും ഒരുപാട് ചൂടായിട്ട് അവിടെ നിന്ന് പോവാനായിട്ട് പോകും. ഹീറോ അപ്പൊ തന്നെ യാനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവന്റെ കോളറിലേക്ക് കയറി പിടിക്കും. ഇതാണെങ്കിൽ ആ യാന് ഇഷ്ടപ്പെടില്ല. അങ്ങനെ തന്നെ യാൻ ഒരൊറ്റ അടി നമ്മുടെ ഹീറോന് വെച്ച് കൊടുക്കും. ഹീറോ തെറിച്ച് വീഴുമ്പോഴത്തേക്കും ഹീറോന് വല്ലാത്ത ഭ്രാന്ത് കയറും. ഭയങ്കര ദേഷ്യത്തില് യാനെ തല്ലാനായിട്ട് വരും. ആ ടൈമിന് ഹീറോന്റെ ഫ്രണ്ട് വന്ന് ഹീറോനെ സ്റ്റോപ്പ് ചെയ്യും. എടാ നീ എന്തൊക്കെയാ ഈ കാണിക്കുന്നത്, ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്, നീ ഇങ്ങനെയൊക്കെ കാണിക്കല്ലേ എന്നും പറഞ്ഞിട്ട് ഹീറോനെ പിടിച്ച് വലിച്ചോണ്ടിരിക്കും. ആ ടൈം നോക്കി യാനും അവിടെ നിന്ന് കാർ എടുത്ത് അങ്ങോട്ട് പോകും. ഇത് നോക്കി ഭയങ്കര ടെററായിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ നിൽക്കും. ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. പിന്നെ ലൈക്കും ചെയ്യുക. എന്നാൽ മാത്രമേ യൂട്യൂബ് നമ്മുടെ ചാനൽ റെക്കമെൻഡിൽ വിടുള്ളൂ. അപ്പോ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.